ഹലോ ഗായ്സ്. സോ ഇന്നലത്തെ വീഡിയോയിൽ ഹാൻഡ്ബോളിൻ്റെ ഫൈനലായിരുന്നു ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഫുട്സലിൻ്റെ ഫൈനലാണ്. തുടക്കത്തിൽ നമ്മുടെ പിള്ളേരുടെയും റെഫറിമാരുടെയും നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാനത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നായിരുന്നു. എൻട്രി ഒക്കെ കഴിഞ്ഞ് ഞാൻ വെറുതെ ഫോണിൽ നോക്കിയപ്പോഴാണ് ഞാൻ വെറുതെ ഫോണിൽ പിടിച്ചുകൊണ്ടിരിക്കുവാണ്, റെക്കോർഡിങ് നടക്കുന്നില്ല എന്നുള്ള നഗ്ന സത്യം എനിക്ക് മനസ്സിലായത്. കളി തീരുന്നിടം വരെ അതിൻ്റെ റിഗ്രറ്റ് ആയിരുന്നു എനിക്ക്. ഇനി നമുക്ക് ടൂർണമെൻറ്റിനെ പറ്റി സംസാരിക്കാം. എനിക്ക് പേഴ്സണലി ഹാൻഡ്ബോളിനെക്കാട്ടിലും ഇഷ്ടം ഫുട്സൽ തന്നെയാണ്. ഒരു എനർജി ഫീൽ ചെയ്യുന്നത് ഫുട്സലിനാണ്. കണ്ടില്ലേ, പിള്ളേർക്കൊക്കെ എന്താ ആവേശം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പണ്ടത്തെ ആ ഒരു ആരവമൊന്നുമില്ല. പണ്ട് സ്റ്റുഡൻസ് കൂടുതലുണ്ടായിരുന്നു. ഇത്തവണ ഞങ്ങളുടെ സ്കൂളിൽ ആകെ 91 സ്റ്റുഡൻസ് ആണുള്ളത്. ഫുട്ബോളിൽ നിന്ന് വ്യത്യസ്തമാണ് ഫുട്സലിൽ ഒരു ടീമിൽ 5 പ്ലെയേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. പണ്ടൊക്കെ ഹയർ ഗ്രേഡ്സ്, അതായത് ഗ്രേഡ് 9, 8, 10 നിന്ന് മാത്രമുള്ള സ്റ്റുഡൻസ് ആയിരുന്നു ഒരു ടീമിലുണ്ടായിരുന്നത്. ഇപ്പോൾ സ്റ്റുഡൻസ് കുറവായതുകൊണ്ട് ചെറിയ ഗ്രേഡ്സിൽ നിന്നും കുട്ടികളെ എടുത്തിട്ടുണ്ട്. ഇതോടുകൂടി ഈ വർഷത്തെ ഫുട്ബോൾ ഹാൻഡ്ബോൾ ടൂർണമെൻറ്റ് അവസാനിച്ചു. ഇനി മിച്ചമുള്ളത് സ്പോർട്സ് ആണ്. അത് മിക്കവാറും അടുത്ത ടേമിലായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഇന്നലത്തെ ഹാൻഡ്ബോളിൽ പൊരിഞ്ഞ വെയിലായിരുന്നു. ഇന്ന് ഫുട്സലായപ്പോഴത്തേക്കിനും മഴയായി. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചറിയ ഒരു മിന്നൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഈ വർഷത്തെ ഫുട്സൽ ടൂർണമെൻറ്റും കഴിഞ്ഞു. മാച്ചിന് ശേഷം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മാൻ ഓഫ് ദ മാച്ച്. റണ്ണേഴ്സപ്പ് ആയത് ഹുറവി ടീമും വിന്നേഴ്സ് ആയത് ഗാസി ഹൗസുമാണ്. ആൻഡ് ഇപ്പോൾ ഈ വർഷത്തെ ടൂർണമെൻറ്റ് മൊത്തത്തിൽ ഗാസി ഹൗസ് തൂത്തുവാരിക്കൊണ്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ ഐലൻഡ് വിശേഷമായിട്ട് വരുന്നിടം വരെ ബായ്.